ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി നൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹൈ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നൈറ്റി തയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും എല്ലാവർക്കും ഈ നൈറ്റി ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കടക്കാം. ഇത് റയോൺ മെറ്റീരിയലാണ്. ഞാൻ നൈറ്റി മെറ്റീരിയലായിട്ട് വാങ്ങിച്ചതല്ല, നമ്മൾ റണ്ണിങ് ക്ലോത്ത് കട്ട് ചെയ്തതാണ്. ഞാനിവിടെ 1.25 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല വണ്ണമുള്ളവരാണെങ്കിലും അതുപോലെ സ്ലീവ് നല്ല ലെങ്ത്ത് വേണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ 2 മീറ്റർ വാങ്ങേണ്ടി വരും. എങ്ങനെ പോയാലും മാക്സിമം 2 മീറ്റർ മതിയാവും. കാരണം ഇതിന് 56 ഇഞ്ച് വീതി വരുന്നുണ്ട്. നമ്മളിതിനെ വീതിയിലാണ് മടക്കുന്നത്. നമുക്ക് ആദ്യം ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പകുതി തുണിയെ നമ്മൾ 2ആയിട്ട് മടക്കി, നമ്മൾ അളവുകൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് ചീത്ത വശത്താണ്. അതുകൊണ്ട് നമുക്ക് നല്ല വശം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ മടക്കിയെടുക്കാം. ആദ്യം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 53 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 51 ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അത് 7.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കുർത്ത തയ്ക്കുമ്പോൾ എടുക്കുന്നതിനേക്കാളും ഷോൾഡറും അതുപോലെ ആം ഹോളും ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് എടുക്കണം. ഇനി ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 11 ഇഞ്ചാണ്. അതും നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയൊക്കെ തയ്ക്കുമ്പം കുറച്ച് ലൂസിലാണ് നമ്മൾ തയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ അധികമായിട്ട് ചേർക്കണം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 15 ഇഞ്ച് താഴെ നമ്മൾ വേസ്റ്റ് ലെങ്ത്താണ്, നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ മാർക്ക് ചെയ്യണം. ഞാൻ ചെസ്റ്റ് അളവിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുന്ന് താഴേക്ക് നമുക്ക് വരച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ താഴെ നമ്മളെ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് 1.5 ഇഞ്ചിൽ നമുക്കിങ്ങനെ ഒരു കർവ് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇപ്പം ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മൾ പ്ലീറ്റിങ് ചെയ്യുന്നത്. ബാക്ക് ഭാഗം സാധാരണ നൈറ്റി പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിൽ സാധാരണ കട്ടിങ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ 2ആയിട്ട് മടക്കിയിടണം. നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുക 7.5 ഇഞ്ച്. നമ്മൾ ആം ഹോള് നമ്മൾ നേരത്തെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഈ ആം ഹോളിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടിങ്ങും ജോയിനിങ്ങും വരുന്നുണ്ട്. ആ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് 1 ഇഞ്ച് അധികമായിട്ടിട്ടത്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. നമ്മൾ 11 ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പോയിൻറ്റ്സ് യോജിപ്പിച്ച് വരയ്ക്കാം. ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമുക്കൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ യോക്ക് പീസിൻ്റെ ലെങ്ത്ത്. നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. നമ്മൾ ഈ ചെസ്റ്റിൻ്റെ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് നമ്മൾ വരച്ചു കൊടുത്തു. നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ 1/2 ഇഞ്ച്, മേലെ 1/2 ഇഞ്ചും തയ്യൽ തുമ്പായിട്ടാണ്. നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ്. ബാക്കി 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ആം ഹോളിലേക്ക് വരച്ചു കൊടുത്തു. നമ്മൾ ഈ നെക്കിൻ്റെ വിഡ്ത്തിൽ നിന്നൊരു 1/2 ഇഞ്ച് നമ്മൾ കയറ്റിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കവിടെ ആവശ്യം വരുന്നുണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കണം. നമ്മളിവിടെ ചെറിയൊരു ഷേപ്പ് കൊടുത്തു. നമുക്ക് ഈ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ യോക്ക് പീസിനെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നെക്ക് വരുന്ന ഭാഗത്തെ പീസും രണ്ടാമത് അതിൻ്റെ തൊട്ട് താഴേക്ക് വരുന്ന പോർഷൻ. ഇതിനെ നമുക്ക് മൊട്ടുപിൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇനി ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഭാഗമായിട്ട്
യോജിപ്പിച്ചെടുക്കാം. നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ മുട്ടുപിന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതുപോലെ നീർത്തി വെച്ചിട്ട് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. നമ്മൾ 53 ഇഞ്ചാണ് ബാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിലും അതുപോലെ 51 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ കർവ് വരച്ചെടുക്കുകയാണ്. നമുക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കംപ്ലീറ്റ് ആയി. ഫ്രണ്ട് പാർട്ടിലെ നെക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ വീതിയിലാണ് തുണി മടക്കിയത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾഡിങ് വരുന്ന ഭാഗം നമുക്ക് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഈ ഭാഗം ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കണം. നമ്മുടെ ആം ഹോളിൻ്റെ കർവ് ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് 9.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തുണി മടക്കേണ്ടത്. നമുക്ക് ഈ ലൈനിൽ നിന്ന് ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ സ്ലീവിൻ്റെ അടിഭാഗത്തെ വീതി ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഈ പോയിൻ്റ് യോജിപ്പിക്കാം. നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ക്രോസ് പീസ്. ഇവിടെ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുക. അത് നമുക്ക് ജോയിൻ ചെയ്താൽ മതി. ഫ്രണ്ടിൽ നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന 2 പീസ് നമ്മൾ 2 ലെയറായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെയുള്ള 2 പീസും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ബാക്കിയുള്ള പീസിൽ നിന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് വേണ്ടവർ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ കട്ടിങ് പാർട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് അടുക്കാം. ഞാൻ ആദ്യം ബാക്ക് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. നെക്ക് വിടുത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഞാനിവിടെ 2.25 മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 4 ഇഞ്ചിലാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 2.25 മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. ബാക്കിൽ ഞാൻ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. ഷോൾഡർ നമുക്ക് 1/2 ഇഞ്ച് ചേച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിത് ഇങ്ങനെ നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് നമുക്ക് മറിച്ച് തയ്ക്കാം. ഇനി ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 ലെയറായിട്ടുള്ള ഈ പാർട്ടുകൾ നമുക്ക് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് നമുക്കൊന്ന് ഇത് ഈ സൈഡിലൂടെ ഒന്ന് പതിച്ച് തയ്ക്കാം. ഇവിടെ ഞാൻ ഇതുപോലെയുള്ളൊരു ലേസ് എടുത്തിട്ടുണ്ട്. മീറ്ററിന് 15 രൂപയാണ് ഇതിൻ്റെ വില. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഇത് ഈ ലേസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ പീസും തയ്ച്ചെടുക്കണം. ഇനി നമുക്ക് ഈ 2 ഭാഗങ്ങൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് പീസിൻ്റെ താഴത്തെ പോർഷനായിട്ട് യോജിപ്പിക്കണം. നമുക്കിതുപോലെ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ
ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ തയ്യൽ തുമ്പിൻ്റെ അറ്റത്ത് സിഗ്സാഗ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓപ്ഷനുള്ളവർക്ക് ഇത് ചെയ്യാം, അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നമുക്കിത് പതിച്ച് തയ്ച്ചു കൊടുക്കാം. നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന തയ്യൽ തുമ്പ് ചീത്ത വശത്തേക്ക് വരുന്ന രീതിയിൽ ആയിട്ട് വേണം നമ്മൾ പതിച്ച് തയ്ച്ചു കൊടുക്കാൻ. ഇനി നമുക്കിത് ഇതുപോലെയുള്ള ഒരു ലേസ് എടുത്തിട്ട് നമുക്ക് ഈ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 35 രൂപയാണ് മീറ്ററിന് ഇതിൻ്റെ റേറ്റ്. നമുക്കിനി ഇതിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ശേഷം ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്യാം. താഴെ ഭാഗത്തും ഞാൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയാണ്. അപ്പം നമ്മുടെ യോക്ക് ഭാഗം റെഡിയായി. ഇത് നമുക്ക് ബാക്കിയുള്ള പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യണം. ഇവിടെയാണ് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് തയ്ക്കാം. സെൻറ്ററിൽ പ്ലേറ്റ് വരുന്ന രീതിയിൽ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് മറ്റേ സൈഡിലും പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ നെക്കിൽ തയ്ച്ചിട്ടുള്ള ക്രോസ് പീസിൻ്റെ ഇടയിൽ ഫ്രണ്ട് പാർട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡർ തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഷോൾഡറും ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ക്രോസ് പീസ് അകത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഷോൾഡർ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അകത്തേക്ക് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവാണ് യോജിപ്പിക്കേണ്ടത്. ഇതിനു വേണ്ടി നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് യോജിപ്പിച്ച് തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ലേസും വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നൈറ്റി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും ജോയിൻ ചെയ്യണം. അതുപോലെ നൈറ്റിയുടെ അടിഭാഗത്തൊന്ന് മടക്കി തയ്ക്കാൻ വേണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ഡിസൈനിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.